പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളും ഒന്നും ബി ജെ പിക്ക് പുത്തരിയല്ല. എന്നാലും തമിഴ്നാട്ടിലെ DMK-യുമായി അടുക്കാനുള്ള ഒരു ശ്രമം ബി ജെ പി നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നതിലുപരി ഇത് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ദോഷകരമായി മാറുമോ എന്നുള്ള ഒരു വിശദീകരണം തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഒരു വിശകലനവും ഉണ്ടാകേണ്ടതാണ്, ഒരു പഠനവും ഉണ്ടാകേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം കർണാടകത്തിൽ JDS-യുമായി ചേരുന്നുണ്ട്, ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP-യുമായിട്ട് ചേരുന്നുണ്ട്, അതുപോലെ തന്നെ JDU എന്ന സംവിധാനവുമായിട്ടൊക്കെ ചേരുന്നുണ്ട്. അവരൊക്കെ NDA-യുടെ ഭാഗമാണ്. DMK കൂടുതൽ അടുപ്പിച്ചാൽ തമിഴ്നാട്ടിൽ ഒരു ക്ലച്ച്, ഒരു ഗ്രിപ്പ് ബി ജെ പിക്ക് കിട്ടും എന്ന് പറയുന്നവരുണ്ട്. എന്നാലും DMK പോലൊരു കക്ഷി, ഒരു ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു കക്ഷിയെ കൂടെ കൂട്ടിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള പരിശോധനകളും ആവശ്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. മുൻകാലങ്ങളിൽ BJP നയിച്ച മുന്നണിയുടെ ഭാഗമായിരുന്നു DMK. തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ BJP ഇപ്പോൾ ശ്രമം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മണ്ഡല പുനർനിർണയം, സനാതനധർമ്മം തുടങ്ങിയ വിഷയങ്ങളിലെ വിരുദ്ധ നിലപാടുകൾ ഇരു പാർട്ടികളും തമ്മിലുള്ള സഹകരണത്തിന് വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട് എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആശയങ്ങളും ആശയസമരങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു പോകാൻ പറ്റുമായിരിക്കും. എന്നാൽ പോലും DMK എന്ന മുന്നണി ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധത, സനാതന ധർമ്മ വിരുദ്ധത, ദേശീയ വിരുദ്ധത ഒക്കെ തന്നെ പലപ്പോഴും മുമ്പോട്ട് വച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഈ ദ്രാവിഡ വിഭാഗത്തിൻ്റെ മാത്രം ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ എന്നത് തന്നെ അവർ പലപ്പോഴും മറന്നുപോകുന്നതായുള്ള വിലയിരുത്തലുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യവും ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ DMK തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ BJP പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന TVK പിന്തുണയ്ക്കാനായി കോൺഗ്രസ് തങ്ങളെ ഉപേക്ഷിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയവർ എന്നാണ് DMK വിശേഷിപ്പിച്ചത്. അതും ഈ കോൺഗ്രസിൻ്റെ ആ ഒരു ശത്രുത, അല്ലെങ്കിൽ കോൺഗ്രസും DMK-യുമായിട്ടുള്ള ആ ഒരു ശത്രുത മുതലെടുത്ത് കൂടുതൽ DMK-യുമായി ചേർന്ന് ദേശീയ തലത്തിൽ ഒരു പുതിയ സഖ്യമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇത് ഒരു പ്രാഥമിക സാധ്യത മാത്രമാണ്. കാരണം പാർലമെന്റിൽ അടക്കം DMK-യുടെ പിന്തുണ, മറ്റു കാര്യങ്ങളിൽ DMK-ക്ക് MP-മാരുണ്ട്. അവരുടെയൊക്കെ പിന്തുണ തേടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കൂടി ഈ ഒരു നീക്കത്തെ കാണുന്നു. ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം, തമിഴ്നാട് മാധ്യമങ്ങളടക്കം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. BJP-യുടെ ഇത്തരം നീക്കങ്ങളൊക്കെ വിജയം കണ്ട ചരിത്രമേ ഉള്ളൂ. പക്ഷേ എന്തു വന്നാലും ശരി, പിന്നെ DMK-ക്ക് ഒരു വിലപേശൽ തന്ത്രമുണ്ട്. തങ്ങൾക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷേ ഇത്തവണ ദേശീയ തലത്തിൽ BJP മുന്നണി സംവിധാനം, NDA മുന്നണി സംവിധാനം ശക്തമായി നിലകൊള്ളുന്നതുകൊണ്ട് അത്തരം വിലപേശലുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. തീർച്ചയായിട്ടും പുതിയൊരു സഖ്യത്തിനുള്ള സാധ്യത BJP തേടുകയാണ്. തമിഴ്നാട്ടിൽ കാലുറപ്പിക്കുന്നതിനായി, കൂടുതൽ ശക്തമായി കാലുറപ്പിക്കുന്നതിനായി DMK-യുമായിട്ട് ചേരാനുള്ള ഒരുക്കമാണ്, ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് സൂചനകൾ.